അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങാടിപ്പുറം പാലത്താണ്. അപ്പോൾ പാലത്തുമേലെ കാഴ്ച തന്നെ കാണുന്നത്. എന്നും ഇവിടെ ബ്ലോക്കേ കാരണം ബ്ലോക്ക് വെച്ചാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വെള്ളിയാഴ്ച അതിൻ്റെ ആയിരിക്കും രാവിലെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ തീരെ ബ്ലോക്കൊന്നും ഇപ്പം ഒന്നുമില്ല. എന്തോന്നാവും, എന്തൊരു ഭാഗ്യമാണ് ഇപ്പോൾ ബ്ലോക്ക് ഇല്ലാത്തത്. അപ്പോൾ ഏത് സമയത്ത് ഇവിടെ ബ്ലോക്കേ കാരണം എന്നാൽ കടന്നു കിട്ടാൻ യാതൊരു രക്ഷയില്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇവിടെ പിടിച്ച് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പം ഇന്ന് സുഖമായി പോകുന്ന എന്തോന്നാവും, അന്ന് ബ്ലോക്കൊന്നും ഇല്ലാതെ സുഖമായി ഞങ്ങൾ പോകുന്നുണ്ട് പാലത്തുമ്മ കൂടെ. ഇപ്പോൾ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പാലത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഇത്. മറ്റേ ഇവിടെ ബ്ലോക്ക് കൊണ്ട് വീടെടുക്കാൻ ഒന്നിനും പറ്റില്ല, അത്ര ബ്ലോക്ക് ആയിക്കാറ് ഇവിടെ. എങ്ങനെ അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പാലം കഴിയാനായി തുടങ്ങി. അതപ്പോൾ ഞങ്ങൾ പാലം കടന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്തേണ്ടത് സ്റ്റാൻഡിലേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ ടൗണിലേക്കാണ് പോകണം. ടൗണിൽ ഞങ്ങൾ പിന്നെ സ്റ്റാൻഡിലേക്ക് എത്തണം. ഇപ്പോൾ ബ്ലോക്കില്ലെങ്കിൽ പോകാൻ നല്ല സുഖം. റോഡൊക്കെ നല്ല റോഡ് തന്നെ, ബ്ലോക്കില്ലെച്ചെങ്കിൽ. ബ്ലോക്കാണെങ്കിലോ പെട്ടുപോയി. എന്താ ഇന്നെന്താ തീരെ വണ്ടികൾ പിന്നെ തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഏതായാലും അങ്ങാടിക്ക് എത്താനായി തുടങ്ങിയപ്പോൾ. അത് ബൈപ്പാസ് എല്ലാം കടന്നു കഴിഞ്ഞ് അങ്ങാടിക്ക് എത്താനായി തുടങ്ങി. ഞാൻ പഠിച്ചത് കുറേ വണ്ടിമല്ല പോണത്. അപ്പോൾ ശരിക്കും പറയാനൊന്നും പറ്റൂല. അപ്പോൾ അത് ബസ്സുകൾ ഇപ്പോൾ ഈ റൂട്ടിന് ഇങ്ങനെയാണ് വരിക. ഇതിലെങ്ങനെ വരും. ഇവിടെ ചെറിയൊരു റോഡ്, ചെറിയൊരു കേടൊക്കെ ഉണ്ട്. കുറച്ച് ഭാഗമുള്ളൂ. അപ്പോൾ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ ഇറക്കാണ്ട് അതിന് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ അങ്ങാടിക്ക് എത്തി. അപ്പോൾ ഇത് അങ്ങാടിയാണ്. നമ്മളെ പഴയ മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ രാവിലെ അവിടെ തിരക്ക് തീരല്ലെന്ന്. രാവിലെ ആയിട്ടൊന്നും കാര്യമില്ല. അങ്ങാടിപ്പുറത്ത് എപ്പോഴും ബ്ലോക്ക് തന്നെയാണ്. പക്ഷേ